PJ വിൻസെന്റ് നമ്മളിപ്പം ചേരുന്നുണ്ട്. ഒരു വശത്ത് പാകിസ്ഥാന് അനുകൂലം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ സ്വതന്ത്ര പോരാളികൾ എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്ന് വരുന്നത്. ചൈനയുടെ സഹായം ലഭിക്കുന്നു, തുർക്കിയുടെ സഹായങ്ങൾ ലഭിക്കുന്നു. ഇത്തരമൊരു നീക്കം വരുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിലേക്ക് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ സഹായങ്ങളെ തുറന്നു കാട്ടുവാൻ ഇന്ത്യ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് അത് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ വിൻസെന്റ്? തീർച്ചയായിട്ടും അത് കരുതുന്നുണ്ട്. അതില് നിങ്ങൾ സൂചിപ്പിച്ച കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ചൈനയാണ്. ചൈന യഥാർത്ഥത്തിൽ ഈ ജമ്മു കാശ്മീർ വിഷയം ഒരു ത്രികക്ഷി പ്രശ്നമാണ്. 1959 ചൈന ടിബറ്റ് കൈയടക്കിയത് മുതൽ ടിബറ്റിന്റെ പഴയ ടിബറ്റിന്റെ ഭാഗമായ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന ലഡാക്ക്, അതുപോലെ ഷക്സംബാലി, അതായത് കാക്കോരം ട്രാക്ക്, അതുപോലെ ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ മേഖലയുടെ മേലെ ചൈന അവകാശവാദം ഉന്നയിച്ച് തുടങ്ങിയിരുന്നു. അതോടൊപ്പം പാക് ഒക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ 1959 മുതൽ ചൈനയ്ക്ക് ഈ മേഖലയിൽ വളരെ കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് പക്ഷെ ഇന്ത്യ ചൈന സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സംഘർഷത്തെ വളരെ ഫലപ്രദമായി പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുകയും 1962 പാകിസ്ഥാൻ ചൈനയുമായി ബോർഡർ എഗ്രിമെന്റ് ഉണ്ടാക്കി ഷക്സം വാലി എന്ന് പറയുന്ന പ്രദേശം, ഏകദേശം 5200 കിലോമീറ്റർ സ്ക്വയർ വരുന്ന പ്രദേശം ചൈനയ്ക്ക് ദാനമായി കൊടുക്കുകയും ചെയ്തു. അത് അന്ന് ജവഹർലാൽ നെഹ്റു ശക്തമായി അതിനെ വിമർശിക്കുകയുണ്ടായി. അപ്പോൾ 1962 യുദ്ധത്തിൽ ചൈന ലഡാക്കിന്റെ ഭാഗമായ അക്സായി ചെയിൻ 36,000 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തു. അപ്പോൾ ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ജമ്മു കാശ്മീരിന്റെ ഷക്സം വാലിയും കാരക്കോരം ട്രാക്റ്റിന്റെ ഭാഗവും ഈ അക്സായി ചിന്നും ഇന്ന് ചൈനയുടെ കയ്യിലാണ്. ബാക്കി ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖല പാകിസ്ഥാന്റെ കയ്യിലാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അവരുടെ കയ്യിലാണ്. അപ്പോൾ ചൈനയ്ക്ക് കാശ്മീർ വിഷയത്തിൽ വലിയ താല്പര്യം 1959 മുതലുണ്ട്. മാത്രവുമല്ല, സമീപകാലത്ത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളായതോടുകൂടി പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് ചൈനയെ ആശ്രയിക്കുകയാണ്. മാത്രവുമല്ല, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത രാജ്യം പാകിസ്ഥാനാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് ആയിട്ടുള്ള ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കൊറിഡോർ അത് ഈ ജമ്മു കാശ്മീരിലൂടെയാണ് കടന്നു പോകുന്നത്. ചൈന അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. ഒരു ത്രികക്ഷി പ്രശ്നം എന്ന നിലയ്ക്ക് തന്നെ അഡ്രസ് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നത്. ഇതിൽ എപ്പോഴൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമുണ്ടാകുന്നുണ്ടോ അപ്പോഴൊക്കെ ചൈനയിലേക്കുള്ള അല്ലെങ്കിൽ ചൈനയുടെ നീക്കം എന്നുള്ളത് ഉറ്റുനോക്കേണ്ടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായത് കാര്യമായി നോക്കേണ്ടതുമാണ്.